നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് സുഭാഷ്, SCERT-ലെ റിസർച്ച് ഓഫീസറും HSSTPയുടെ അക്കാഡമിക് കോർഡിനേറ്ററുമാണ്. നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് HSSTPയുടെ ഭാഗമായിട്ടുള്ള ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ഗൂഗിൾ എടുക്കുക. അതിൽ HSSTP LMS ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കാണുന്നത് പോലെ HSS ടീച്ചർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ സൈറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ HSSTP LMSൻ്റെ ഫ്രണ്ട് പേജ് അഥവാ ഹോം പേജ് എന്ന് പറയുന്നത്. ഈ പേജിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ കാണാനായിട്ട് കഴിയും. ഈ വർഷം 20 കോഴ്സുകളാണ് നമുക്കുള്ളത്. 20 കോഴ്സുകളിൽ നിങ്ങളുടെ ഏതാണോ കോഴ്സ് ആ കോഴ്സിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ഏറ്റവും ടോപ്പിൽ വലത് ഭാഗത്തായിട്ട് ലോഗിൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കണം. നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് ഡിഫാൾട്ടായിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ആയിരിക്കും. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഏതാണോ അതാണ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു സാറിൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത് HSSTP@24 എന്നുള്ളതാണ്. H ക്യാപിറ്റൽ HSSTP@24. അപ്പോൾ പത്മജിത്ത് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ വിൻഡോയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അദ്ദേഹം HSSTP കൊമേഴ്സ് സേക്രഡ് ഹാർട്ട്സ് തേവരയിലെ 2025 ബാച്ചിലെ ഒരു പാർട്ടിസിപ്പൻ്റാണ് എന്ന് കാണാം. അപ്പോൾ അദ്ദേഹത്തിന് കോഴ്സിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാനായിട്ട് ഇവിടെ 03 കൊമേഴ്സ് SH തേവര എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോഴ്സിലേക്ക് പ്രവേശിക്കും. കോഴ്സിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ തന്നെ ഒരു വെൽക്കം നോട്ടായിരിക്കും ഉണ്ടാവുക. വെൽക്കം നോട്ടിൽ HSSTP എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ സംസാരിക്കുന്നത്. അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വലത് സൈഡിലെ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് വരും. നിങ്ങൾ വായിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. വായിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡിലെ ബോക്സ് ടിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റി കംപ്ലീഷൻ കാണിക്കും. ദെൻ കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ് ഉണ്ടാവുക. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പ്രീ കോഴ്സ് ആരംഭിക്കുന്നത് നവംബർ 27 മുതൽ ഡിസംബർ 6 വരെയും ഫേസ് ടു ഫേസ് സെഷൻ ആരംഭിക്കുന്നത് ഡിസംബർ 7 മുതൽ ഡിസംബർ 16 വരെയും അതിനുശേഷം പോസ്റ്റ് കോഴ്സ് സെഷൻ ആരംഭിക്കുന്നത് ഡിസംബർ 17 മുതൽ ജനുവരി 31, 2025 ജനുവരി 31 അവസാനിക്കുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കോഴ്സ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി പറയുന്നത്. 5 ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ കോഴ്സിനായി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു നോ യുവർ സ്റ്റുഡൻറ്റ്. നെക്സ്റ്റ് വൺ, ടു നോ യുവർ സബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ, ടു ഹാവ് എ ലിങ്കേജ് വിത്ത് ഹയർ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ, to have an exposure to techno-pedagogy, and the last one is to have continuous professional development. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കോഴ്സ് ബ്രീഫിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ കോർഡിനേറ്റർ നൽകുന്നതായിരിക്കും. ഇത് വായിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ബോക്സ് ചെക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് വരും. അടുത്തതായി ഓരോ ആക്ടിവിറ്റികളാണ് നമ്മൾ ചെയ്യേണ്ട. ഓരോ ആക്ടിവിറ്റികളെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി പ്രീ കോഴ്സ് ആക്ടിവിറ്റിയാണ്. അതായത് ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. പ്രീ കോഴ്സ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. വൈ ഡു യു വാണ്ട് ടു ജോയിൻ ദിസ് കോഴ്സ്? വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് ഫ്രം ദിസ് കോഴ്സ്? 500 വേഴ്സിൽ കൂടാതെ ഉത്തരം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഡിസംബർ 7 ആരംഭിക്കുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇനി ഡിസംബർ 8 രാവിലെ 10 മണി വരെ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ദിവസവും 23 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളത് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. സോ നിങ്ങളത് ആ ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്യാനായിട്ട് ആഡ് സബ്മിഷൻ അവിടെ കൊടുക്കേണ്ടത്. ആഡ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ 1 മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്യാം. വൈ ഡു യു വാണ്ട് ടു ജോയിൻ ദിസ് കോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഐ വാണ്ട് ടു ജോയിൻ ദിസ് കോഴ്സ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്താം. ദെൻ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് ഫ്രം ദിസ് കോഴ്സ്? മൈ എക്സ്പെക്റ്റേഷൻസ് ആർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഏത് ലാംഗ്വേജിലായാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ സേവ് ചേഞ്ച് കൊടുക്കുക. സോ നിങ്ങൾ എഴുതിയ കാര്യങ്ങളെല്ലാം അവിടെ ഓൺലൈൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് സബ്മിഷൻ കൊടുക്കാം. എഡിറ്റ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ വിൻഡോ ഓപ്പൺ ആവും. അത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വീണ്ടും സേവ് ചേഞ്ചസ് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആദ്യത്തെ സേവായ ഫയൽ മാത്രമേ സേവ് ആകത്തുള്ളൂ. ഇനി ഇത് വേണ്ടത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സബ്മിഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് സബ്മിഷൻ കൊടുക്കുക. ആർ യു ഷുവർ വാണ്ട് റിമൂവ് ദി സബ്മിഷൻ എന്ന് ചോദിക്കും.
അവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആയിക്കോളും. ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിൽ എത്തിയിരിക്കും. പക്ഷേ ഇവിടെ ആഡ് സബ്മിഷൻ ഇനി കാണിക്കില്ല. ഒരു പ്രാവശ്യം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇനി എഡിറ്റ് സബ്മിഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് സബ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രഷായിട്ട് പുതിയതായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് പ്രീ കോഴ്സ് ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. കൃത്യസമയം പാലിക്കാനായിട്ട് ഏവരും ശ്രദ്ധിക്കുമല്ലോ. ദെൻ പ്രീ കോഴ്സ് ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്യുക. ദെൻ റിഫ്ലക്റ്റീവ് ജേണൽ എൻട്രീസ് ആണ്. അതത് ദിവസത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും വൈകുന്നേരം 7 മണിക്കായിരിക്കും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകുക. ഇപ്പോൾ റിഫ്ലക്റ്റീവ് ജേണൽ എൻട്രി ഡേ 1 എന്ന് പറയുന്നത് ഈ കോഴ്സിനെ സംബന്ധിച്ച് 7-ാം തീയതിയാണ്. 7-ാം തീയതി വൈകുന്നേരം 7 മണിക്കായിരിക്കും ഇത് അവൈലബിൾ ആവുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആവില്ല, കാരണം ഇന്ന് ഡിസംബർ 7 ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 7 മണിക്ക് ശേഷം മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. 4 ചോദ്യങ്ങളാണ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ദി ഫോളോയിങ് സോ ദാറ്റ് ഇറ്റ് കുഡ് വർക്ക് ആസ് എ സെൽഫ് റിഫ്ലക്ഷൻ. ആൻസർ ദി ഫോളോയിങ് സോ ദാറ്റ് ഇറ്റ് കുഡ് വർക്ക് ആസ് എ സെൽഫ് റിഫ്ലക്ഷൻ ആസ് വെൽ ആസ് എ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക്. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. 4 ചോദ്യങ്ങളാണുള്ളത്. 4നും 4ആയിട്ട് തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഹൗ ഡു യു ഫീൽ അബൌട്ട് ടുഡേയ്സ് സെഷൻസ്? ഇന്ന് നിങ്ങൾക്ക് 1, 2 ചിലപ്പോൾ മാക്സിമം 3 സെഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ആ സെഷൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കോമൺ ഫീലിംഗ് ആണ്, ജനറൽ ഫീലിംഗ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ വാട്ട് ചേഞ്ചസ് ഇറ്റ് വുഡ് ബ്രിങ് ടു യുവർ പ്രൊഫഷണൽ ലൈഫ്? നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? എ റിമാർക്ക് ഓൺ ദി എക്സ്പെർട്സ് ഹു ടു ക്ലാസ്സസ് ടുഡേ? ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ക്ലാസ് എടുത്ത RPമാരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തൽ. എനിത്തിങ് എൽസ് വർത്ത് മെൻഷനിങ്? മറ്റെന്തെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യവും കൂടി ഇതേ നമ്പറിൽ ഇട്ട് ഇതേ ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഒരു ഫീഡ്ബാക്കായിട്ട് നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനും സ്റ്റേറ്റ് സെൻറ്ററിലിരിക്കുന്ന ഞങ്ങൾക്കും ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. 2ാമത്തെ ദിവസവും ഇതേ പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം. 3ാമത്തെ ദിവസവും ചെയ്യണം. 4ാമത്തെ ദിവസവും ചെയ്യണം. ഇങ്ങനെ എല്ലാ ദിവസവും 8, 9, 10ാമത്തെ ദിവസം വരെ ഇതുണ്ടാകും. 10ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വ്യത്യാസമൊന്നുമില്ല. 10ാമത്തെ ദിവസം നിങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ 12 മണിക്കായിരിക്കും ഇത് ഓപ്പൺ ആവുക. അവിടെ നിന്ന് തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയാണ് ആ സൗകര്യം ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ക്വിസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. റിഫ്ലക്റ്റീവ് ജേണൽ എൻട്രി കൂടാതെ നിങ്ങൾക്ക് ക്വിസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ക്വിസ് ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെഷൻ കഴിയുമ്പോഴും ആ സെഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് തന്നെ ഇതിനകത്ത് ക്വിസുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതിന് വേണ്ട റെസ്പോൺസുകൾ, ആൻസറുകൾ നിങ്ങൾ കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ആ സെഷനെക്കുറിച്ച് എത്രത്തോളം റിയലൈസേഷൻ ഉണ്ടായി, നിങ്ങൾ എത്രത്തോളം അച്ചീവ്മെൻറ്റ് ആ സെഷനിൽ നടത്തിയിട്ടുണ്ട് എന്നറിയുന്നതിനുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം മാത്രമാണ്. അതത് കോർഡിനേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് ലഭ്യമാകത്തുള്ളൂ. ഇപ്പോൾ അത് ലഭ്യമല്ല. ഇനി ഒരു കാര്യം കൂടിയാണ് അവശേഷിക്കുക. പോസ്റ്റ് കോഴ്സ് ആക്ടിവിറ്റി എന്ന് പറയും. അത് ഓരോ കോഴ്സിൻ്റെയും അവസാനം, ഇപ്പോൾ ഈ കോഴ്സ് അവസാനിക്കുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ 16-ാം തീയതി അവസാനിച്ച ശേഷം 17-ാം തീയതി മുതലാണ് ഈ കോഴ്സ് പോസ്റ്റ് കോഴ്സ് ആരംഭിക്കുക. പക്ഷേ ജനുവരി 1-ാം തീയതി മുതലേ നിങ്ങൾക്ക് ഇതിനകത്ത് സബ്മിഷൻ കൊടുക്കാൻ പറ്റും. കാരണം 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. കുറച്ച് അധികം പ്രോസസ്സ് നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടി വരും. കാരണം ഇറ്റ് ഷുഡ് ബി ആൻ ഒറിജിനൽ വർക്ക് ഡൺ ബൈ യു ഓൺ ദി ബേസിസ് ഓഫ് എ ടോപ്പിക് ഡിസ്കസ്ഡ് ഇൻ യുവർ 10-day ഫേസ് ടു ഫേസ് കോഴ്സ് ഇൻ HSSTP. നിങ്ങൾ 10 ദിവസം ചിലപ്പോൾ 12, 15, 20 ടോപ്പിക്കുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചും വിഷയത്തെ അധികരിച്ചും പുറത്തുനിന്നൊക്കെ ആയിട്ട് ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടൊക്കെ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കുകയും അതിൽ 15 മുതൽ 20 പേജിൽ കുറയാതെ, A4 സൈസിൽ 15 മുതൽ 20 പേജിൽ കുറയാതെ ഒരു അക്കാഡമിക് റിസർച്ച് പേപ്പർ തയ്യാറാക്കുകയാണ് വേണ്ടത്. എന്നിട്ടത് PDF-ലോ വേഡിലോ ODT ഫോർമാറ്റിലോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത് ചെയ്യാൻ പാടില്ല. കൈയെഴുത്ത് പ്രതി ഒഴിവാക്കിയിട്ട് PDF ആയിട്ടോ അല്ലെങ്കിൽ വേഡായിട്ടോ ODT ഫോർമാറ്റിലോ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2025 ജനുവരി 1 രാവിലെ 10 മണി മുതലാണ് നിങ്ങൾക്ക് സബ്മിഷൻ ലഭ്യമാവുക. ആ മാസം മുഴുവൻ, അടുത്ത ജനുവരി മാസം മുഴുവൻ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും. ഇത്രയുമാണ് HSSTPയുടെ LMSുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്നതിനുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും നേരം ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
താങ്ക് യു.